ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ LDC എക്സാമിനേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജൂലൈയിൽ തന്നെ ഫസ്റ്റ് ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെയാണ് അല്ലേ അറിയുന്നത്. അപ്പോൾ ഇനി സമയം വളരെ കുറവാണ്. സോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങണം. നമ്മുടെ 150 ടോപ്പിക്സിന്റെ സീരീസ് ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ് ആയാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര എഫർട്ട് എടുത്താണെങ്കിലും ക്ലാസ്സുകൾ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും നല്ല രീതിയിൽ പഠിക്കുക. പലരും ഇടയ്ക്കൊന്ന് പതറി പിന്നോട്ട് പോയതായിട്ട് നമുക്ക് ആ വ്യൂസ് കാണുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. പഠിച്ചില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. വളരെ ചുരുങ്ങിയ സമയമാണ്. ഇനിയെങ്കിലും നിങ്ങൾ മറ്റെല്ലാം മറന്ന് വളരെ ഗൗരവമായിട്ട് പഠിക്കുക. ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് എക്സാം എഴുതുന്നത്. മത്സരത്തിന്റെ തീവ്രത കൂടുതലാണ്. റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ പോലും വലിയ പ്രയോജനമുണ്ടെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ എപ്പോഴും ഒരു ഉയർന്ന റാങ്കിൽ എത്താൻ വേണ്ടി തന്നെ പ്രയത്നിക്കണം. ഒരു 100-നുള്ളിലാക്കി നിങ്ങളുടെ സ്ഥാനം എപ്പോഴും വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങളതൊരു 50-നുള്ളിൽ ആവണമെന്ന് പ്രതീക്ഷിച്ച് പഠിച്ചാലേ ഒരു 100-നുള്ളിലേക്കെങ്കിലും എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം കുറച്ച് കഷ്ടപ്പെടാനായിട്ട് ഇനി തയ്യാറാവണം. സോ നമ്മളിവിടെ റിവിഷനും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആണെങ്കിൽ പോലും QA സീരീസ് റിവിഷൻ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളും അതുപോലെ എഫർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ 150 ടോപ്പിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള സുഷുമ്ന. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. SCRT പുസ്തകം വെച്ച് തന്നെയാണ് പഠിക്കുന്നത്. അതൊരു SCRT പുസ്തകം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും അങ്ങനെ കണക്കിലെടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സുഷുമ്ന മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. മെഡുല്ല ഒബ്ലാങ്കേറ്റ നമ്മൾ പഠിച്ചു മസ്തിഷ്ക ഭാഗമാണ്. എവിടെയാണെന്ന് മനസ്സിലാക്കിയായിരുന്നു. ആ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഏത്? സുഷുമ്ന. സുഷുമ്ന നട്ടെല്ലിനുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പോലെ സുഷുമ്നയും മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പം സുഷുമ്നയെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏതാണ്? അതും മെനിഞ്ചസ് ആണ്. മസ്തിഷ്കത്തെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതും മെനിഞ്ചസ് ആണ്. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. നമ്മുടെ സെറിബ്രോസ്പൈനൽ ദ്രവം എവിടെയാണ് കണ്ടത്? മസ്തിഷ്കത്തിലാണ് അല്ലെ. മെനിഞ്ചസിന്റെ ആന്തരപാളികളിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സുഷുമ്നയിലും എന്തുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നുണ്ട്. വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ ഒക്കെ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓർമ്മയുണ്ടോ എന്തോ? നവജാത ശിശുവിന്റെ സുഷുമ്ന നട്ടെല്ലിന്റെ താഴെ അഗ്രം വരെ നീണ്ടുകിടക്കും. എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിന്റെ മധ്യഭാഗം വരെ മാത്രമേ കാണുള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് എന്തില്ല? സുഷുമ്ന വളരുന്നില്ല. ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ടാണ് നമ്മുടെ നട്ടെല്ലിന്റെ ഈ സുഷുമ്ന അഗ്രഭാഗം വരെ കാണാത്തത്. സുഷുമ്നയിൽ നിന്നും 31 ജോഡി സുഷുമ്ന നാഡികൾ പുറപ്പെടുന്നു. പഠിച്ചു വെക്കണം. 31 ജോഡി സുഷുമ്ന നാഡികളാണ് സുഷുമ്നയിൽ നിന്നും പുറപ്പെടുന്നത്. ഓരോ സുഷുമ്ന നാഡിയിലും ഡോഴ്സൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നു. അപ്പൊ സുഷുമ്ന നാഡി രൂപപ്പെടുന്നത് ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നാണ്. സംവേദ ആവേഗങ്ങൾ ഡോഴ്സൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുമ്നയാണ്. നമുക്കറിയാം, നമ്മൾ നടക്കുമ്പോൾ ഒരു കാല് വെച്ചാൽ മറ്റേ കാല് വെക്കാൻ നമ്മൾ കാലിനോട് പ്രത്യേകം പറയണ്ട. ഒരു കാല് വെച്ചാൽ വലത്തെ കാല് മുന്നോട്ട് വെച്ചാൽ ഇടത്തെ കാല്, പിന്നെ വലത്തെ കാല്, ഇടത്തെ കാല്, വലത്തെ കാല്, ഇടത്തെ കാലിനുള്ള ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ പോകാൻ കാരണം എന്താണ്? സുഷുമ്നയാണ് ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത്. അതായത് ആവർത്തന ചലനം നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആവർത്തന ചലനത്തെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? അത് സുഷുമ്നയാണ്. ഓർത്ത് വെച്ചേക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അത് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചില റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ, നമ്മളെ പറയുന്നത് കേൾക്കാതെ, നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ഈ പ്രതികരണങ്ങൾ ബോധപൂർവമല്ല സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചിലപ്പോൾ തേപ്പ് പൊട്ടി, നമ്മുടെ അയൺ ബോക്സ് തേച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിലപ്പോൾ അത് ഓൺ ചെയ്തിട്ടേക്കുമായിരിക്കും. നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ലായിരിക്കും. കയറി പിടിക്കുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ പെട്ടെന്ന് കൈ അങ്ങ് പുറകോട്ട് വലിക്കും അല്ലെ. അത് നമ്മള് ചൂട് വന്നു അയ്യോ പൊള്ളി എന്നോർത്ത് മനഃപൂർവ്വം പിടിച്ചു വലിക്കുന്നതല്ല, പെട്ടെന്ന് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനമാണിത് റിഫ്ലക്സ് പ്രവർത്തനം. ബോധപൂർവമല്ല അവിടെ പ്രതികരണങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണിത് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
ഇനി ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. ഒന്ന്, ഗ്രാഹി ആവേഗങ്ങള് രൂപപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിക്ചർ കാണാനും എല്ലാവർക്കും കണ്ടില്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ പുസ്തകം, ബയോളജി പുസ്തകം എടുത്ത് നോക്കിയാൽ കാണാം. അപ്പം ഇവിടെ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നു, അതാണ് ഒരു ഉദ്ദീപനം. ഉദ്ദീപന സമയത്ത് എന്താണ്, നമ്മൾ അതിന്റെ കൈ അറിയാതെ അതിലേക്ക് പോയി കഴിഞ്ഞാല് ഗ്രാഹികള് ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. അപ്പൊ ഈ സംവേദന നാഡി എന്ത് ചെയ്യും, ഈ ആവേഗങ്ങളെ പെട്ടെന്ന് തന്നെ സുഷുമ്നയിലേക്ക് എത്തിക്കും. സംവേദന നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ. സംവേദന ആവേഗങ്ങൾക്ക് അനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നത് ഈ ഇന്റർന്യൂറോൺ ആണ് അല്ലെ. ഇന്റർന്യൂറോൺ പെട്ടെന്ന് രൂപപ്പെടുത്തിയെടുക്കും. അപ്പൊ പ്രേരക നാഡി എന്ത് ചെയ്യും, സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകും. ബന്ധപ്പെട്ട പേശി എന്ത് ചെയ്യും, പേശികളുടെ പ്രവർത്തനത്താൽ കൈ പിൻവലിക്കുന്നു. അല്ലാതെ ഇത് നമ്മൾ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ആവേഗങ്ങള് ആ തീയിൽ നമ്മൾ അറിയാതെ പെട്ടെന്ന് ആവേഗങ്ങൾ രൂപപ്പെടും. ഈ ആവേഗങ്ങളെ സംവേദന നാഡി സുഷുമ്നയിലേക്ക് എത്തിക്കും. അപ്പൊ സുഷുമ്നയിലേക്ക് എത്തിക്കുന്ന ആവേഗങ്ങൾ നമുക്ക് ഈ സംവേദന നാഡിയെയും പ്രേരക നാഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ. ഇന്റർന്യൂറോൺ പെട്ടെന്ന് എന്ത് ചെയ്യും, സംവേദന ആവേഗങ്ങൾക്ക് അനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തും. പ്രേരക നാഡി പെട്ടെന്ന് അത് സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകും. ബന്ധപ്പെട്ട പേശിയുടെ പ്രവർത്തനം മൂലം കൈ പെട്ടെന്ന് പിൻവലിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ ആവേഗങ്ങളുടെ സഞ്ചാരപാത സാധ്യമാകുന്നത്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കും. പ്രധാനമായും സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്ന് പറഞ്ഞ സുഷുമ്നയാണ്. പക്ഷെ എല്ലാ തരത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളും സുഷുമ്നയുടെ നിയന്ത്രണത്തിലല്ല സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മും. അതിന് കാരണം എന്താണ്, സെറിബ്രത്തിന്റെ പ്രവർത്തനമാണ്. അപ്പൊ സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് വിളിക്കും, സെറിബ്രൽ റിഫ്ലക്സ് എന്നും വിളിക്കും. ഇത് ശ്രദ്ധിക്കുക, മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തും. മദ്യപിച്ച് കഴിയുമ്പോൾ ഈ മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തും. മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിന്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും എന്തുവരും, തടസ്സം വരും. അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊന്നും മദ്യപിക്കരുതേ എന്ന് പറയുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് പറയില്ല. അതിന്റെ കാരണം ഇതാണ്. കാരണം ഈ ഗാമ അല്ലെങ്കിൽ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയുന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുമ്പോൾ മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളാൻ തടസ്സമാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്ന സ്ഥലത്താണ് ബ്രേക്ക് ചെയ്യാനോ ഒന്നും പറ്റാതെ വരും. ഇത്രയും കാര്യങ്ങൾ സുഷുമ്നയെ പറ്റി അറിഞ്ഞു വെക്കണം. 31 ജോഡി നാഡികളുടെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ റിഫ്ലക്സ് പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രധാനമായും സുഷുമ്നയാണെന്ന് കണ്ടു. പിന്നെ ഇവിടെ എങ്ങനെയാണ് ആവേഗങ്ങൾ സാധ്യമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. സുഷുമ്നയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. കൂടുതലൊന്നും പഠിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം സുഷുമ്നയെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. അത് തന്നെ ധാരാളമാണ്. കാരണം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിലബസ് വൈസും പഠിക്കണം. സിലബസ് വൈസ് പഠിക്കണമെങ്കിൽ സമയം കഴിഞ്ഞിട്ടില്ല, ഇനിയാണെങ്കിലും പഠിക്കാം. LDC ക്രാഷ് കോഴ്സ് ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിന്റെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് പഠനം ഉടനെ ആരംഭിച്ചോളൂ. സമയം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ സിലബസ് വൈസ് ക്ലാസ് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് 150 ടോപ്പിക്സ് ഇത്രയും കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 100 റാങ്കിനുള്ളിൽ തീർച്ചയായിട്ടും എത്തപ്പെടാനായിട്ട് സാധിക്കും. ഒരിക്കലും നിങ്ങൾ എങ്ങും പോയി മിസ്ഗൈഡ് ചെയ്യപ്പെടരുത് കേട്ടോ. കറക്റ്റായിട്ട് ഗൈഡൻസിൽ പോയാലേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നേടാൻ പറ്റുള്ളൂ. അല്ലാതെ മിസ്ഗൈഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകപ്പെടാൻ പാടില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ ഗൈഡൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ആരെയും ഒരിക്കലും മിസ്ഗൈഡ് ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. സോ ജോയിൻ ചെയ്യണമെങ്കിൽ ഇനിയും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതറിയണമെങ്കിൽ 6238948911 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. കോൾ ചെയ്യേണ്ട, അറ്റൻഡ് ചെയ്യില്ല. ഓൺലി വാട്സാപ്പ് മെസ്സേജ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക്